ഒക്കെ ഭാഗമായിട്ട് ചിലരൊക്കെ പാർട്ടിയിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുകയും പുറത്താക്കുകയൊക്കെ ചെയ്തു. അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് അതിനിടയായ കാര്യങ്ങൾ ജനങ്ങളുമായി ആശയവിനിമയം ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പുറത്താക്കിയത് ഒരു വലിയ നേതാവിനെയല്ല. ഇവിടെ നായാടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള 2 ബ്രാഞ്ചിലെ ഒരു ബ്രാഞ്ചിലെ അംഗമായ PK ശശി. ഒരു ബ്രാഞ്ച് അംഗത്തെ പുറത്താക്കിയെ സംബന്ധിച്ചുള്ള യോഗമാണ്. അവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗം ആക്കിയത്, പേര് മാറ്റിക്കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രാഞ്ച് അംഗത്തെയാണ് നമ്മൾ പുറത്താക്കിയത്. ഈ ബ്രാഞ്ച് അംഗം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നമ്മൾ ഒന്ന് നന്നായി പ്രവർത്തിച്ചാൽ നമ്മളെ പാർട്ടിയിൽ നല്ല പ്രവർത്തനമൊക്കെ നടത്തുമ്പോൾ ബ്രാഞ്ചിന് ലോക്കൽ കമ്മിറ്റിയിലേക്ക് എടുക്കും. കുറച്ചും കൂടി നന്നായിട്ട് പ്രവർത്തിച്ചാൽ ഏരിയ കമ്മിറ്റിയിൽ എടുക്കും. ഓരോ പ്രവർത്തനവും ഓരോ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇത് പോലീസിൽ അല്ലെങ്കിൽ പിന്നെ വില്ലേജ് ഓഫീസർ, പോലീസുകാരൻ വില്ലേജ് ഓഫീസറായി അവിടുന്ന് തഹസിൽദാരായി അങ്ങനെ പോണ പ്രൊമോഷനല്ല. ഓരോ പാർട്ടിയിൽ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റി പറഞ്ഞാൽ എളുപ്പം നേരിക്കല്ല, പണി കുറച്ച് കൂടും. അപ്പോൾ LC നന്നായി പ്രവർത്തിച്ചാൽ ഏരിയ കമ്മിറ്റിയിൽ എടുക്കാം, ജില്ലാ കമ്മിറ്റിയിൽ എടുക്കും, അങ്ങനെ ഉയർന്ന കമ്മിറ്റികളിലേക്ക് എടുക്കും. നമ്മുടെ ഈ സഖാവിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അദ്ദേഹത്തെ ഉയർന്ന കമ്മിറ്റിക്ക് എടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ താഴെ കമ്മിറ്റിക്ക് എത്താനുള്ള അനിതര സാധാരണമായ കഴിവ്. അതാ സംഭവിച്ചത്. 50 കൊല്ലം പാർട്ടി പ്രവർത്തിച്ചിട്ട് പുറത്താക്കുന്ന നേരത്തെ ബ്രാഞ്ചില 50 കൊല്ല പാർട്ടിയിൽ അരനൂറ്റാണ്ട് പ്രവർത്തിച്ചിട്ട് അവസാനം ബ്രാഞ്ചിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ചില ആൾക്ക് നമ്മളെ പാർട്ടി ആരും പുറത്താക്കാനുള്ളൊരു പാർട്ടിയല്ല. നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. പാർട്ടി ചേർന്നു, അപ്പോൾ തെറ്റ് ചെയ്തു, പുറത്താക്കി. പാർട്ടി ചേർന്നു, തെറ്റ് ചെയ്തു, തിരുത്തി. അങ്ങനെ തെറ്റ് ചെയ്യുക, തിരുത്തുക, പിന്നെ അങ്ങനെ പുറത്താക്കുക. പാർട്ടി തെറ്റ് ചെയ്യുന്നവരുടെ പാർട്ടിയല്ല. പാർട്ടിയിൽ തെറ്റു തിരുത്തൽ രേഖയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതുള്ളൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തതയുള്ള ഒരു പാർട്ടിയാണ് നമ്മുടേത്. നമ്മുടെ പാർട്ടി വ്യത്യസ്തതയുള്ള പാർട്ടിയാവുന്നത് നമ്മുടെ പാർട്ടിക്ക് ഒരു ലക്ഷ്യബോധമുള്ളതുകൊണ്ടാണ്. ആർക്കും സംശയം ഉണ്ടാകരുത്, ഈ പാർട്ടി ഉടമസ്ഥന്മാരുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയുടെ ഉടമസ്ഥന്മാർ എൻ്റെ മുന്നിലിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനാണ്. അവരുടെ പാർട്ടിയാണ്. അവരുടെ പാർട്ടിയാവുമ്പോൾ ആ പാർട്ടി നല്ല നിലയിൽ മുന്നോട്ട് പോകണം എപ്പോഴും. കാരണം പാവപ്പെട്ടൊരു മനുഷ്യർക്ക് നമ്മുടെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായി, പാർട്ടി നേതാക്കന്മാരുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമായി ഈ പാർട്ടിയെ ജനങ്ങളുടെ മുന്നിൽ അവർക്കതിനെ ഡിഫെൻഡ് ചെയ്യണം, പ്രതിരോധിക്കണം. പാർട്ടിയെ തെരുവിൽ വർഗ ശത്രുക്കൾ ആക്രമിക്കുന്ന സമയത്ത് ഈ പാർട്ടിയെ പാവപ്പെട്ട സഖാവിന് പ്രതിരോധിച്ച് സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് എപ്പോഴും ആ ജാഗ്രത പുലർത്തണം. എൻ്റെ പ്രവർത്തനം കൊണ്ട് പാർട്ടിക്ക് ദോഷം ഉണ്ടാവരുത്. നമ്മുടെ താഴെ സഖാക്കൾക്ക് പാർട്ടിയെ പ്രതിരോധിക്കാൻ വിഷമം ഉണ്ടാവരുത്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ആ കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി ബൂർഷ്വാ സമൂഹത്തിൽ ജീവിക്കുക. നാം ജീവിക്കുന്ന സമൂഹം മുതലാളിത്ത സമൂഹമാണ്. ഈ മുതലാളിത്ത സമൂഹത്തിൻ്റെ തകരാറുകൾ പാർട്ടിയിലേക്കും വരാം. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരല്ലേ. ആ തകരാറ് പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ആ സമൂഹത്തിൻ്റെ തകരാറ് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ തിരുത്തിക്കണം. അതിൻ്റെ ഭാഗമായി വരുന്ന പെശക. അല്ലാതെ പാർട്ടിക്കകത്ത് പാർട്ടി ഇങ്ങനെ രാവിലെ തെറ്റ് ചെയ്യാം, ഉച്ചയ്ക്ക് തിരുത്താം, വൈകുന്നേരം തെറ്റ് ചെയ്യാം, രാത്രി തിരുത്താം, അങ്ങനെ തിരിക്കരുത്. തെറ്റിന് സാധ്യതയുള്ള ഒരു സമൂഹത്തിൽ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വന്നു ചേരാനിടയുള്ള തകരാറുകളെ സംബന്ധിച്ച് നിരന്തരം അവരെ ജാഗ്രതപ്പെടുത്തി അത്തരം ആപത്തുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ള നിലയിലാണ് നമ്മൾ തെറ്റുതിരുത്തൽ രേഖ നമ്മുടെ പാർട്ടിയിലുണ്ട്. നിരന്തരമായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. കമ്മ്യൂണിസ്റ്റ് ദിവസം രാവിലെ 2 തെറ്റ് ചെയ്യുക, 3-ാം ദിവസം തിരുത്തുക, അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ വൈകല്യങ്ങൾ വരാതിരിക്കാനുള്ള ജാഗ്രതയിലേക്ക് സഖാക്കളെ കൊണ്ടുപോകാനാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഒരാൾക്കൊരു തെറ്റ് പറ്റിയാൽ
നമ്മളെ ശ്രമം എന്താ? അയാളെ ശരിയാക്കലാണ്, തെറ്റു തിരുത്തിക്കലാണ്.